രാജ്യത്താകമാനം കോൺഗ്രസിന് പുതുജീവൻ നൽകാൻ ഡിസിസികളെ പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനവുമായി അഹമ്മദാബാദിലെ എഐസിസി സമ്മേളനം. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മടിയുള്ളവർ വിരമിക്കുകയാണ് വേണ്ടതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ബിജെപി ആർഎസ്എസ് ശ്രമത്തെ ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തണമെന്ന് രാഹുൽ ഗാന്ധി. കേന്ദ്ര സർക്കാരിന്റെ അന്തർദേശീയ വിദേശ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ച് പ്രമേയവും പാസാക്കി. DCC അധ്യക്ഷന്മാരുടെ പ്രവർത്തനത്തിന് മാർഗരേഖ കൊണ്ടുവരാനും പുനഃസംഘടന ശക്തമാക്കാനും തീരുമാനമെടുത്താണ് AICC സമ്മേളനം അവസാനിച്ചത്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ പാർട്ടിക്ക് വേണ്ടത് മുദ്രാവാക്യം വിളിക്കുന്നവരെയല്ല, മുഴുവൻ സമയ പ്രവർത്തകരെയാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. അല്ലാത്തവർ നേതൃസ്ഥാനത്ത് വരാതെ വിരമിക്കുകയാണ് വേണ്ടതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ. जो लोग पार्टी के काम में हाथ नहीं बटाते उन्हें आराम करने की आवश्यकता है. जिम्मेवारी नहीं निभाते उन्हें रिटायर होना चाहिए. ഭരണഘടനയ്ക്ക് നേരെയുള്ള BJP RSS ആക്രമണം തടയേണ്ടത് അനിവാര്യമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. DCC പുനഃസംഘടനയോടെ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. എതിരാളികൾ പണവും സ്വാധീനവും ഉള്ളവരാകുമ്പോൾ ഇത്തരം മാറ്റങ്ങൾ ബുദ്ധിമുട്ടേറിയതാണെന്നും രാഹുൽ ഗാന്ധി. RSS ने तिरंगा को सलूट नहीं मारा था, ये सच है. आज जो भी कहें उनकी विचारधारा कॉन्स्टिट्यूशन के खिलाफ है. वो लोकतंत्र को खत्म करना चाहते हैं, वो हिंदुस्तान की सारी संस्थाओं को कंट्रोल करना चाहते हैं और अंबानी अदानी को हिंदुस्तान का पूरा धन पकड़ाना चाहते हैं. എല്ലാ വിഭാഗം വോട്ടുകളും സമാഹരിക്കാൻ നിരന്തരം നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നതിന് പകരം ക്രിയാത്മകമായ വിമർശനം എന്ന സമീപനം സ്വീകരിക്കണമെന്ന് ശശി തരൂർ MP പറഞ്ഞു. വഖഫ് നിയമം, മതപരിവർത്തന നിരോധന നിയമം, ചർച്ച ആക്ട് തുടങ്ങിയവയിലും വിദേശ നയങ്ങളിലും കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സമ്മേളനം പ്രമേയവും പാസാക്കി. BJPയെ അധികാരം നൽകാനും പാർട്ടിയെ ശക്തിപ്പെടുത്താനും കേവലം മുദ്രാവാക്യം വിളികളല്ല, മറിച്ച് താഴെത്തട്ടിൽ ഉണർന്നു പ്രവർത്തിക്കണമെന്ന ശക്തമായ സന്ദേശമാണ് AICC സമ്മേളനം നൽകിയത്. അഹമ്മദാബാദിൽ നിന്നും ക്യാമറാമാൻ കിരൺ രാജിനൊപ്പം CB ജോസഫ്, കൈരളി ന്യൂസ്.